ഹായ് അസ്സലാമു ഞാനിന്നിവിടെ ഇഫ്താറിനൊക്കെ വിളമ്പാൻ പറ്റിയ നല്ല ഒരു സ്നാക്ക് ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കനും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു സ്നാക്ക് ഐറ്റം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വിത്ത് ബോണാണെങ്കിൽ കുക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്ലഷ് മാത്രം റിമൂവ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. മസാലയെല്ലാം നമ്മുടെ ചിക്കനിൽ പിടിച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇത് വയ്ക്കാം. എന്നിട്ടേ ഉള്ളൂ ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇതാ ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനിയൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒത്തിരി അരഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. മസാല തയ്യാറാക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞതിട്ട് കൊടുത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തു. ഇത് ഓപ്ഷനിലാണ്. ഇതിപ്പോൾ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ഈ ചില്ലി ഫ്ലേക്സിൻ്റെ ടേസ്റ്റും കൂടെ വന്ന നല്ലൊരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. അതിനാണ് ഞാൻ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഈ ചിക്കന് പകരം എഗ്ഗ് വെച്ചും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ എഗ്ഗോ ബീഫോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം എടുക്കുക, അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് സ്ക്യൂസ് ചെയ്ത് ആ വെള്ളം മൊത്തം കളയണം. എന്നിട്ട് നമുക്ക് നല്ല ഒരു ബേസ് കിട്ടും. അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ സ്റ്റഫ് ചെയ്തെടുക്കേണ്ടതാണ്. ഇതിന് നടുക്കായിട്ട് നമുക്ക് വെള്ളമെല്ലാം നല്ലതായിട്ട് സ്ക്യൂസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ബ്രെഡ്. അപ്പോൾ അതിന് നടുക്ക് ഭാഗത്തായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. ഇപ്പോൾ ഈ ബ്രെഡ് നമ്മൾ വെള്ളത്തിനകത്തിട്ട് ഒന്ന് സ്ക്യൂസ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ ആ ബ്രെഡ് നമുക്ക് നന്നായിട്ട് ഒട്ടുന്ന രീതിയിലായിരിക്കും. അതിനകത്ത് വേറെ മൈദ മാവിൽ വെള്ളം ഒഴിച്ച് ഒന്നും തേക്കേണ്ട കാര്യമില്ല. ഇനി ഒരു 2 മുട്ട ഒരു ബൗളിലേക്ക് എടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. നമുക്കിനി ഇത് ഈ എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇതാ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഓരോ ബ്രെഡ് പീസും ഇതുപോലെ തന്നെ എടുക്കാം. ഇതാ ഞാനിവിടെ എല്ലാ ബ്രെഡ് പീസും ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. രണ്ട് സൈഡും ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ നിറമായാൽ മതി, ഗോൾഡൻ ബ്രൗൺ നിറമായാൽ മതി. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് എന്താണേലും ട്രൈ ചെയ്ത് നോക്കുക. ഈ റംളാന് നിങ്ങൾ എന്താണേലും ഇത് ഇഫ്താറിന് തയ്യാറാക്കാൻ മറക്കരുത്. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്